ഹലോ, ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കർക്കിടക മാസത്തിലെ കർക്കിടക്കഞ്ഞിയാണ്. ഉലുവക്കഞ്ഞി എന്ന് പറയും, ഔഷധക്കഞ്ഞി എന്ന് പറയും. അതുപോലെ ഞാൻ ഉഴിഞ്ഞാനിട്ടിട്ട് ഒരു കഞ്ഞിയാക്കലാണ് ഔഷധക്കഞ്ഞി എന്ന് പറഞ്ഞിട്ട്. ഉലുവക്കഞ്ഞി അന്ന് കർക്കിടക മാസത്തിൽ എല്ലാവരും 10 ദിവസം അങ്ങനെ കഴിക്കുക. ഞാൻ മേലെ ഒരു ചട്ടിയിൽ ഉഴിഞ്ഞാൻ നട്ടിട്ടുണ്ടേനു. അതുപോലെ ഉണങ്ങിപ്പോയി, നാട്ടിലെല്ലാം പോയി വെള്ളം ഒഴിക്കാണ്ട് കുറച്ചേ ഇല കിട്ടിയിട്ടുള്ളൂ. ആ ഇലയിട്ടിട്ട് കഞ്ഞി വെക്കുന്നതാണ്. അതിന് വേണ്ടുന്നത് തരക്കലരി എന്ന് പറയും, ഇത് റോസ് കളറിലുള്ളത്. പച്ചരി ഇങ്ങനെ കടയിൽ വാങ്ങാൻ കിട്ടും. ആ അരി, പിന്നെ മുതിര, പയർ, ചെറുപയറാണ്, പിന്നെ തേങ്ങ പാലാണ് എടുക്കുന്നത്. പിന്നെ നുറുക്ക് ഗോതമ്പ് ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. ഉലുവയും എല്ലാം ചേർത്തിട്ട് ഉണ്ടാക്കുന്ന കഞ്ഞിയാണിത്. ഇത് കർക്കിടക മാസത്തിൽ പെണ്ണുങ്ങൾക്കെല്ലാം എല്ലാവർക്കും കഴിക്കാം. ഇത് നല്ല ഇതാണ് കഴിച്ചാൽ. അതിന് വേണ്ടുന്ന സാധനം പയർ, അരി. ആ അരി ഇല്ലെങ്കിൽ പച്ചരി ആയാലും മതി. ഇതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഈ അരി ഉണ്ടെങ്കിൽ ഇട്ടാൽ. പിന്നെ നുറുക്ക് ഗോതമ്പ് എല്ലാം ഇട്ട്, ഉലുവ കുറച്ചേ ഇടാതെ, അധികം ഇട്ടാൽ ഒരു കസപ്പ് അടിക്കും. പിന്നെ ഈ ഇതിന് ഉഴിഞ്ഞാനെന്നും പറയും. ഇവിടെ വന്നിട്ട് മുടക്കൊത്താൻ കീര എന്ന് പറയും. നാട്ടിലെല്ലാം ഉഴിഞ്ഞാന്ന് പറയാം. ഞാനത് അരച്ചിട്ടാണ് ഒഴിച്ചത് കഞ്ഞിയിൽ. അങ്ങനെ ഇട്ടാൽ അതിൻ്റെ ഇല അരച്ചിട്ടൊന്നുമില്ല, അങ്ങനെ അരച്ചിട്ട് ഒഴിക്കുക ചെയ്തത്. അതിൽ ഒഴിച്ചിട്ട് നല്ല 2 വിസിൽ വരണം. നല്ല വെന്ത് കുഴഞ്ഞാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നല്ല വെന്തതിന് ശേഷം നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് അത് ഇളക്കിയെടുക്കുക. തേങ്ങാപ്പാൽ അത്രയും ഒഴിക്കുന്ന അത്രത്തോളം നല്ല ടേസ്റ്റ് കൊടുക്കും. ആ ഉലുവേൻ്റെയും പിന്നെ ഇതിൻ്റെയൊന്നും ഇതറിയില്ല. ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് തേങ്ങാപ്പാൽ ആക്കിയത് ഒഴിച്ച് നല്ല ഒരു 2 തിളയും കൂടെ വരണം. നല്ല വെന്ത് കുഴയണം. അന്നേരത്താണ് അതിൻ്റെ ആ ഉലുവേൻ്റെയും അരിയും പയറും എല്ലാം, അരിൻ്റെ എല്ലാം ഒരു ഔഷധം ഇങ്ങനെ ആയിട്ടുണ്ടാവുക. കഞ്ഞി കുടിക്കാനും നന്നായിട്ടുണ്ടാവും. ഇത് കർക്കിടക മാസം എല്ലാ വീടുകളിലും ഉണ്ടാക്കും, നാടുകളിൽ. ഇവിടെ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. 10 ദിവസം ഉലുവയിട്ടിട്ട് 10 ദിവസം ചെറുപയർ, 10 ദിവസം ഉഴുന്ന് അങ്ങനെ ഇട്ടിട്ട്, പിന്നെ 10 ഇലയിട്ടിട്ട് അരച്ചൊഴിച്ചിട്ട് അങ്ങനെയും ആക്കും. ഞാനിപ്പോൾ അതൊന്നും കിട്ടാതെ കാരണമാണ് ഇതേപോലെ ഉണ്ടാക്കിന്. അങ്ങനെ കിട്ടുന്നവർ അങ്ങനെയും. ഇപ്പോൾ കടകളിലും പൊടി വാങ്ങാൻ കിട്ടുന്നുണ്ട്. ഇവിടെ അങ്ങനെ ഈ നാട്ടിലങ്ങനെ അറിയുമെന്ന് എനിക്കറിയില്ല. കാരണം എനിക്കറിയുന്ന പോലെയുള്ള കഞ്ഞിയാണ് വെക്കുന്നത്. ഇത് നിങ്ങളും ചിലവർ ആക്കി കുടിച്ചാൽ നല്ലതാണ്. ഈ പ്രസവിച്ച പെണ്ണുങ്ങൾക്കെല്ലാം ഇങ്ങനെ കൊടുക്കും പണ്ടുള്ളവർ 10 ദിവസം. അതുപോലെ ഞാൻ ഉണ്ടാക്കി കഴിക്കലാണ്. മരുന്ന് കഞ്ഞി എന്ന് പറയും. അതായതിന് പശു നെയ്യ് ലാസ്റ്റിൽ ഒഴിച്ചിട്ട് നമുക്ക് കഴിക്കുന്നതാണ്. നല്ല ടേസ്റ്റാണ്. ഇഡ്ഡലി, ദോശ എന്നും പലഹാരം കഴിക്കുന്നത് ഇതേപോലെ ഒരു ദിവസം ആക്കി കഴിക്കുക. ഔഷധക്കഞ്ഞി എന്നും പറഞ്ഞിട്ട് ഉലുവക്കഞ്ഞി എന്ന് പറയും, എന്ത് വേണ്ടിക്കലും പറയാം. അത് ആക്കിയിട്ട് നിങ്ങളും ആക്കിയിട്ട് ഇതിന് ലൈക്കും കമൻറ്റും അറിയിക്കുക. താങ്ക് യു.